കർഷക സമരം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം തുടർന്ന കേന്ദ്ര സർക്കാരും ബി.ജെ.പി. ഭരിക്കുന്ന ഹരിയാന സർക്കാരും പഞ്ചാബ് അതിർത്തികളിൽ ഇന്നലെയും സംഘർഷമുണ്ടായി. ഹരിയാന പോലീസ് ഡ്രോണുകൾ വഴിയാണ് കണ്ണീർ വാതകം പഞ്ചാബ് അതിർത്തിക്കുള്ളിൽ പ്രയോഗിക്കുന്നത്. സമരക്കാരുടെ ആവശ്യത്തിൽ മന്ത്രിതല ചർച്ച ഇന്ന് നടക്കും. സിബി ജോസഫ് തുടരുന്നുണ്ട്. സിബി, എപ്പോഴായിരിക്കും ഈ ഒരു ചർച്ച നടക്കുക? ആരൊക്കെയാണ് ചർച്ചയിൽ പ്രധാനമായും പങ്കെടുക്കുക? ആര്യ, തീർച്ചയായും ഇന്നിപ്പോൾ കർഷക സമരം മൂന്നാം ദിവസത്തേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിയാന ദില്ലിയിൽ അതിർത്തിയുള്ള സിംഗു അതിർത്തി തന്നെയാണ് ഉള്ളത്. ഇന്നും ഇവിടെ നമുക്കറിയാം കൃത്യമായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിപ്പോൾ ഈ ദേശീയപാത 44 പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇതിൽ കോൺക്രീറ്റ് ഇത്തരത്തിൽ ബാരിക്കേഡാണ്. ഈ ബാരിക്കേഡിനുള്ളിൽ തന്നെ ഇവിടെ കൃത്യമായി സിമൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് ബാരിക്കേഡ് എല്ലാ നിലയും ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ നിലയും ഇത്തരത്തിൽ ഈ ഹരിയാന ദില്ലി ബോർഡർ പൂർണ്ണമായി സിംഗു അതിർത്തി അടച്ചിരിക്കുകയാണ്. അത് അങ്ങനെ ആ രീതിക്ക് വളരെ വലിയൊരു പ്രതിഷേധ കർഷകരെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ സന്നാഹമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കർഷകരും അതോടൊപ്പം തന്നെ മന്ത്രിതല ചർച്ചയും നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയും ചർച്ചകൾ നടന്നെങ്കിലും ആ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. പിന്നീട് ഇന്നിപ്പോൾ മൂന്നാം തവണയാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിൽ പഞ്ചാബ് ഭവനിൽ വെച്ച് ചർച്ച നടത്തുക. ഇതിൽ പ്രധാനമായും കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അർജുൻ മുണ്ട അടക്കമുള്ള മന്ത്രിമാർ പങ്കെടുക്കും. അതുകൂടാതെ ഈ കിസാൻ മോർച്ചയുടെ നോൺ പൊളിറ്റിക്കൽ നേതാവായ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ, കിസാൻ മസ്ദൂർ സംഘർഷ് സമിതി ജനറൽ സെക്രട്ടറിയായ സൻവന്ത് സിംഗ് പന്തൽ തുടങ്ങിയ നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്യും. ഇതിൽ കർഷകർ ആവശ്യപ്പെടുന്നത് മുൻപ് 2000-2001 കാലഘട്ടത്തിൽ 2011 സമയത്തല്ല തന്നെയും 2010-11 സമയത്തല്ല 2020-21 സമയത്ത് നടത്തിയ സമരമുണ്ട്. ആ സമരത്തിൽ ഐതിഹാസികമായ സമരത്തിൽ നിരവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നു. ഈ ഇത്തരത്തിൽ കാർഷിക വിളകൾക്ക് മിനിമം താങ്ങൂല അടക്കമെല്ലാം തന്നെയും ആവശ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം തന്നെയും നടപ്പാക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. മാത്രമല്ല അന്ന് സമരത്തിൽ പങ്കെടുത്ത നിരവധി കർഷകർക്കെതിരെ വലിയ രീതിയിൽ കേസുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസുകൾ എല്ലാം തന്നെ പിൻവലിക്കാമെന്നും അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഉറപ്പൊന്നും തന്നെ പാലിച്ചില്ല. ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വെറും 2 മാസം മാത്രം നിൽക്കെ ഈ കർഷകർ വീണ്ടും സമരവുമായി മുന്നോട്ട് വരുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് അത് വളരെ വലിയ തിരിച്ചടിയായി തീരുകയും ചെയ്യും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വീണ്ടും ചർച്ചയ്ക്ക് കേന്ദ്രം വഴങ്ങുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് വീണ്ടും ചർച്ച നടക്കുകയാണ്. ഈ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ വീണ്ടും വളരെ വലിയ രീതിയിൽ സമരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കർഷകർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവരെല്ലാം തന്നെയും പഞ്ചാബ് അതിർത്തിയിലാണുള്ളത്. പഞ്ചാബ് അതിർത്തിയിൽ ഇന്നലെ ശംഭൂരും മറ്റുമെല്ലാം തന്നെയും ഈ പോലീസും ദ്രുതകർമ്മ സേനയും എല്ലാം തന്നെയും ഡ്രോൺ വഴി ഇത്തരത്തിൽ ഈ കണ്ണീർ വാതകം എല്ലാം തന്നെയും പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കർഷകരെ ഒരു വലിയ രീതിയിൽ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സിംഗു അതിർത്തിയിൽ നമുക്ക് കൃത്യമായി കാണാം ബാരിക്കേഡുകളും മുൾവേലികളും എല്ലാം തന്നെയും കൃത്യമായി നിർത്തിക്കൊണ്ട് ഇവിടെ CRPF-ഉം ദ്രുതകർമ്മ സേനയും പോലീസും എല്ലാം തന്നെയും ഇവിടെ വിന്യസിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ദില്ലി പോലീസും BJP സർക്കാർ ഭരിക്കുന്ന ഹരിയാനയിലെ പോലീസും എല്ലാം തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ വളരെ വലിയ രീതിയിൽ ഇപ്പോഴും 2-3 ദിവസങ്ങളിലായി ഈ ഒരു രീതിയിൽ ദേശീയപാതയെല്ലാം തന്നെ അടച്ചുകൊണ്ട് ദില്ലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ അടച്ചിരിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഇതിന് ഇപ്പോൾ പഞ്ചാബ് അതിർത്തിയിൽ നിന്നും ഈ കർഷകർ ഇങ്ങോട്ടേക്ക് ഈ ദില്ലി മാർച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വൈകിട്ട് 5 മണി വരെ ഇവർ കാത്തിരിക്കും. ഈ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ഈ ചർച്ച വീണ്ടും പരാജയപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് കർഷകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടാണ് ഈ ചർച്ച. അതോടൊപ്പം തന്നെ കർഷകർ പഞ്ചാബ് അതിർത്തികളിലൂടെ ദില്ലിയിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അവരുടെ തുടർ നടപടിയുമായി മുന്നോട്ട് പോവുക. ഇന്നും കർഷകർ പക്ഷേ പഞ്ചാബ് വിട്ട് ഇങ്ങോട്ടേക്ക് ഈ അതിർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗു അതിർത്തിയിലാണ്. ഇവിടെയും കനത്ത ഒരു സുരക്ഷാ വലയത്തിലാണ്. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വയ്ക്കുന്നത് പോലുള്ള വളരെ വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യം കാണാം, ജനങ്ങൾക്കെല്ലാം തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. ആളുകളെല്ലാം തന്നെയും ഈ ഒരു ബാരിക്കേഡിൻ്റെ മുകളിലൂടെ ചാടി വേണം ആളുകൾക്ക് അപ്പുറം സൈഡിലേക്ക് പോകാൻ. ഇവരെല്ലാം തന്നെയും രാവിലെ ജോലിക്കും മറ്റും എല്ലാം തന്നെയും പോകുന്ന ആളുകളാണ്. ഇവരെല്ലാം തന്നെയും ഈ ബാരിക്കേഡുകളിൽ എല്ലാം തന്നെയും വളരെ ബുദ്ധിമുട്ടിയാണ് ഇവരെല്ലാം തന്നെയും കടന്നു പോകുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന ഒരു നടപടി കൂടിയാണ് ഈ ഒരു ബാരിക്കേഡുകളും മറ്റും ഉപയോഗിച്ച്
ഉപയോഗിച്ചുള്ള പോലീസിൻ്റെ നടപടി. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെയും വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. വലിയ പ്രതിഷേധവും നാട്ടുകാർക്കുണ്ട്. രാത്രി കാലങ്ങളെല്ലാം തന്നെയും പ്രത്യേകിച്ച് ആശുപത്രി ആവശ്യങ്ങൾക്കെല്ലാം തന്നെ പോകുന്ന ആളുകളുണ്ട്. അവരെല്ലാം തന്നെയും വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. ആളുകളുടെ പ്രതിഷേധവും ഉണ്ടെങ്കിൽ പോലും ഈ പോലീസ് യുദ്ധത്തിൽ തീർത്തും ഒരു രാജ്യാതിർത്തി പോലെ ബാരിക്കേഡുകൾ ഉപയോഗിച്ചും മറ്റെല്ലാം തന്നെയും അതിർത്തികൾ അടച്ച് ഈ കർഷകരുടെ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം കേന്ദ്ര സർക്കാരും ഹരിയാന പോലീസും എല്ലാം തന്നെയും തുടർന്നുകൊണ്ട് വരികയാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നെങ്കിൽ കർഷകർ ഈ ഒരു തടസ്സങ്ങളെല്ലാം തന്നെയും ഭേദിച്ചുകൊണ്ട് ദില്ലിയിലേക്ക് വരുമെന്ന് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആര്യ. ശരി, കർഷകരുടെ ആവശ്യത്തിന്മേലുള്ള മന്ത്രിതല ചർച്ച ഇന്ന് നടക്കും. ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിലാണ് ചർച്ച. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും അർജുൻ മുണ്ടയും ചർച്ചയിൽ പങ്കെടുക്കും. സിബി ജോസഫാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.